1859 കേരളക്കര. ആ വിദേശിക്ക് കണ്ണീരിൽ കുതിർന്ന യാത്രയയപ്പ് നൽകി. ആരാണയാൾ? എന്തിനായിരുന്നു ആ ജനക്കൂട്ടം വിതുമ്പിയത്? മലയാളികൾ കടപ്പെട്ടിരിക്കുന്ന ആ വലിയ മനുഷ്യന്റെ കഥ ഈ വീഡിയോയിൽ. മലയാളം ബൈബിൾ പരിഭാഷയുടെ ചരിത്ര വഴികളെക്കുറിച്ച് നാം ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറയാം. റംബാൻ ബൈബിൾ മുതൽ ഇന്ന് നാം ഉപയോഗിക്കുന്ന സത്യവേദ പുസ്തകം വരെയുള്ള സുദീർഘമായ ഒരു പരിണാമ പ്രക്രിയയാണിത്. ഓർമ്മയ്ക്കായി ഈ ക്രമം മനസ്സിൽ സൂക്ഷിക്കാം. റംബാൻ ബൈബിൾ, ബെയ്ലി ബൈബിൾ, ഗുണ്ടട്ട് ബൈബിൾ, സത്യവേദ പുസ്തകം. പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് നാം തൊട്ടുമുമ്പുള്ള എപ്പിസോഡിൽ പഠിച്ചത്. കാര്യങ്ങൾ തുടർച്ചയായി പഠിക്കുന്നതിന് മുൻപുള്ള എപ്പിസോഡുകൾ കാണാത്തവർ ദയവായി കാണുമല്ലോ. കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്ത പ്രധാന കാര്യങ്ങൾ ഇവയാണ്. മഹത്തായ നിയോഗം, അതായത് ഉയിർത്തെഴുന്നേൽപ്പിന് ശേഷം യേശുക്രിസ്തു ലോകമെങ്ങും സുവിശേഷം അറിയിക്കാൻ തന്റെ ശിഷ്യന്മാർക്ക് നൽകിയ കൽപ്പന. AD 52 വിശുദ്ധ തോമാസ് ശ്ലീഹായും AD 345 ക്നായിത്തോമായും സംഘവും കേരളത്തിലെത്തിയ കാര്യങ്ങൾ. ആദ്യകാല പരിഭാഷകളെക്കുറിച്ചും നാം പഠിച്ചു. മലയാളത്തിലെ ആദ്യ ബൈബിൾ വിവർത്തന ശ്രമമായ റംബാൻ ബൈബിളിനെക്കുറിച്ചും തുടർന്ന് ആധുനിക മലയാള ഗദ്യത്തിന് അടിത്തറ പാകിയ ബെഞ്ചമിൻ ബെയ്ലിയുടെ പരിഭാഷയെക്കുറിച്ചും നാം മനസ്സിലാക്കി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഭാഷാശാസ്ത്രജ്ഞനും പണ്ഡിതനുമായിരുന്ന ഹെർമൻ ഗുണ്ടട്ട് ബൈബിൾ പരിഭാഷയിൽ വരുത്തിയ വിപ്ലവകരമായ മാറ്റങ്ങളെക്കുറിച്ചാണ്. ഹെർമൻ ഗുണ്ടട്ട് 1814 ഫെബ്രുവരി 4 ജർമ്മനിയിലെ സ്റ്റുട്ട്ഗാർട്ടിൽ ജനിച്ചു. ജർമ്മനിയിലെ ട്യൂബിംഗൻ സർവകലാശാലയിൽ ദൈവശാസ്ത്രം അഭ്യസിക്കുകയും ഫിലോളജിയിൽ അഥവാ ഭാഷാശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടുകയും ലാറ്റിൻ, ഹീബ്രു, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, സംസ്കൃതം തുടങ്ങിയ ഭാഷകളിൽ ആഴത്തിലുള്ള പരിജ്ഞാനം നേടുകയും ചെയ്ത പണ്ഡിതനായിരുന്നു ഹെർമൻ ഗുണ്ടട്ട്. തലശ്ശേരി ഇല്ലിക്കുന്നിലെ ബംഗ്ലാവിൽ താമസിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. ബാസൽ മിഷന്റെ മിഷണറിയായി 1839 തലശ്ശേരിയിലെത്തിയ ഹെർമൻ ഗുണ്ടട്ട് മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു, മലയാള ഭാഷാ വ്യാകരണം, മലയാളത്തിലെ ആദ്യത്തെ പത്രമായ രാജ്യസമാചാരം, പശ്ചിമോദയം എന്ന മാസിക, കേരളോൽപ്പത്തി, കേരള പഴമ എന്നീ പുസ്തകങ്ങളും ആദ്യകാല മലയാളം പാഠപുസ്തകങ്ങളിലൊന്നായ പാഠമാല എന്നിവയും പ്രസിദ്ധീകരിച്ചു. വടക്കൻ കേരളത്തിൽ നിരവധി സ്കൂളുകൾ അദ്ദേഹം സ്ഥാപിച്ചു. ജാതിമത ഭേദമന്യേ എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകണമെന്ന ബാസൽ മിഷന്റെ നയം അദ്ദേഹം നടപ്പിലാക്കി. ബൈബിൾ പഴയ നിയമം ഹീബ്രുവിൽ നിന്നും പുതിയ നിയമം ഗ്രീക്കിൽ നിന്നും നേരിട്ട് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. ഗുണ്ടട്ട് ബംഗ്ലാവ് എന്നറിയപ്പെടുന്ന തലശ്ശേരി ഇല്ലിക്കുന്നിലെ അദ്ദേഹത്തിന്റെ വസതി ഇപ്പോൾ ഗുണ്ടട്ട് മ്യൂസിയമായി സംരക്ഷിക്കപ്പെടുന്നു. ബെഞ്ചമിൻ ബെയ്ലിയുടെ പരിഭാഷ ലഭ്യമായിട്ടും എന്തുകൊണ്ടാണ് ഹെർമൻ ഗുണ്ടട്ട് മറ്റൊരു ബൈബിൾ വിവർത്തനത്തിന് മുതിർന്നത് എന്ന കാര്യം നോക്കാം. മലയാളം ബൈബിൾ പരിഭാഷയുടെ ചരിത്രത്തിൽ ബെഞ്ചമിൻ ബെയ്ലി നൽകിയ സംഭാവനകൾ സമാനതകളില്ലാത്തതാണ്. എന്നാൽ ഒരു ഭാഷാന്തരീകരണം എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പരിഭാഷയ്ക്ക് ചില പരിമിതികൾ അന്നുണ്ടായിരുന്നു. ഹെർമൻ ഗുണ്ടട്ടിലേക്ക് എത്തുന്നതിന് മുൻപ് ബെയ്ലി ബൈബിളിലെ പോരായ്മകൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. 19-ാം നൂറ്റാണ്ടിന്റെ പൂർവാർദ്ധത്തിൽ മലയാളത്തിന് ഇന്നത്തെപ്പോലെ ഒരു സാർവത്രികമായ സ്റ്റാൻഡേർഡൈസ്ഡ് രൂപം ഉണ്ടായിരുന്നില്ല. തെക്ക് ഭാഗത്തുള്ള തിരുവിതാംകൂറിലെ മലയാളവും മധ്യത്തിലുള്ള കൊച്ചിയിലെ മലയാളവും വടക്കുഭാഗത്തുള്ള മലബാറിലെ മലയാളവും തമ്മിൽ ഉച്ചാരണത്തിലും പദപ്രയോഗത്തിലും വ്യാകരണത്തിലും വ്യത്യാസങ്ങൾ നിലവിലുണ്ടായിരുന്നു. ബെയ്ലിയുടെ ബൈബിൾ വിവർത്തനം കോട്ടയം കേന്ദ്രമാക്കിയുള്ള പണ്ഡിതന്മാരുടെ സഹായത്തോടെ തയ്യാറാക്കിയതിനാൽ അതിൽ തിരുവിതാംകൂർ മേഖലയുടെ ഭാഷാശൈലി ശക്തമായി പ്രതിഫലിച്ചു. തമിഴ്, സംസ്കൃതം, സുറിയാനി പദങ്ങളുടെ സ്വാധീനവും ഉണ്ടായിരുന്നു. ഇതുമൂലം മലബാർ മേഖലയിലുള്ളവർക്ക് വായനയിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. ഈ സാഹചര്യത്തിൽ മലബാറിലെ ജനങ്ങൾക്ക് കൂടുതൽ സ്വാഭാവികമായി മനസ്സിലാകുന്ന രീതിയിൽ ബൈബിൾ ഭാഗങ്ങൾ വിവർത്തനം ചെയ്യുവാൻ ഹെർമൻ ഗുണ്ടട്ട് ശ്രമിച്ചു. ഗുണ്ടട്ട് നടത്തിയ ബൈബിൾ വിവർത്തനം ഒരു ദിവസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ നടന്നതല്ല. വർഷങ്ങളോളം പഠനം,
ഗവേഷണം, തിരുത്തൽ എന്നിവയിലൂടെ ഘട്ടം ഘട്ടമായി പുരോഗമിച്ച ഒന്നാണ്. അതിന്റെ പ്രധാന നാൾവഴികൾ ഇങ്ങനെ വിശദീകരിക്കാം. ഹെർമൻ ഗുണ്ടർട്ട് 1839 കേരളത്തിലെത്തി. 1842, 1846 കാലഘട്ടങ്ങളിൽ ആദ്യ വിവർത്തന ശ്രമങ്ങൾ ആരംഭിച്ചു. പുതിയ നിയമത്തിലെ ചില പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യാൻ തുടങ്ങി. 1854 പുതിയ നിയമത്തിന്റെ 1-ാം പതിപ്പും പഴയ നിയമത്തിന്റെ നിരവധി ഭാഗങ്ങളും വിവർത്തനം ചെയ്തു. 1856 പുതിയ നിയമം മുഴുവനും ആദ്യമായി സമ്പൂർണമായി പ്രസിദ്ധീകരിച്ചു. 1868 ഗുണ്ടർട്ട് തന്നെ ഇത് വീണ്ടും പരിഷ്കരിച്ചു. റിവൈസ്ഡ് എഡിഷൻ പ്രസിദ്ധീകരിച്ചു. പഴയ നിയമം ഒരേ സമയം മുഴുവനായി പ്രസിദ്ധീകരിച്ചിട്ടില്ല. 1857 പഴയ നിയമത്തിലെ കാവ്യഗ്രന്ഥങ്ങൾ അഥവാ പൊയറ്റിക്കൽ ബുക്സ് ആദ്യം പ്രസിദ്ധീകരിച്ചു. പിന്നീട് പ്രവാചക ഗ്രന്ഥങ്ങൾ തുടങ്ങിയ മറ്റു ഭാഗങ്ങൾ വിവിധ ഘട്ടങ്ങളിലായി പ്രസിദ്ധീകരിച്ചു. 1859 ആരോഗ്യപ്രശ്നങ്ങൾ കാരണം ഗുണ്ടർട്ട് ഇന്ത്യ വിട്ട് ജർമ്മനിയിലേക്ക് മടങ്ങി എന്നും തിരികെ പോകുന്ന ഗുണ്ടർട്ടിന് ജനങ്ങൾ കണ്ണുനീരോടെ യാത്രയയപ്പ് നൽകി. അതിനുള്ള കാരണങ്ങൾ എന്തായിരുന്നു? വ്യവസായ പരിശീലന കേന്ദ്രങ്ങൾ, നെയ്ത്തുശാലകൾ, സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനായി തയ്യൽ പരിശീലനം എന്നിവ നടപ്പിലാക്കി. തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് ബംഗ്ലാവിൽ അദ്ദേഹം സ്ഥാപിച്ച അച്ചുകൂടത്തിൽ അനേകർക്ക് തൊഴിൽ ലഭിച്ചു. അച്ചടി വിദ്യ, ബൈൻഡിംഗ്, കമ്പോസിംഗ് തുടങ്ങിയ മേഖലകളിൽ നിരവധി മലയാളികൾക്ക് അദ്ദേഹം പരിശീലനം നൽകി. ജനങ്ങൾക്ക് ഭൂമി നൽകി കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന രീതി അദ്ദേഹം നടപ്പിലാക്കി. റബ്ബർ, കാപ്പി, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയുടെ കൃഷിരീതികൾ ശാസ്ത്രീയമായി നടപ്പിലാക്കാൻ അദ്ദേഹം സഹായിച്ചു. ബാസൽ മിഷൻ മിഷണറിമാർ കേരളത്തിൽ ആദ്യമായി ആധുനിക രീതിയിലുള്ള ടൈൽ ഫാക്ടറി സ്ഥാപിച്ചു. ശാസ്ത്രീയമായ രീതിയിൽ ഫർണിച്ചറുകളും കെട്ടിടങ്ങളും നിർമ്മിക്കുന്നതിന് പരിശീലനം നൽകുന്ന വർക്ക്ഷോപ്പുകൾ നടത്തി. ഗുണ്ടർട്ടിന്റെ മടക്കം ആയിരങ്ങൾക്ക് ഒരു യുഗത്തിന്റെ അന്ത്യം പോലെയായിരുന്നു. 1859 ഗുണ്ടർട്ട് ആരോഗ്യപ്രശ്നങ്ങൾ കാരണം ജർമ്മനിയിലേക്ക് മടങ്ങിയതിനാൽ ബൈബിൾ പരിഭാഷാ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിൽ നേതൃത്വം നൽകാൻ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ജർമ്മനിയിലേക്ക് മടങ്ങിയെങ്കിലും മരണം വരെ മലയാള ഭാഷാ പഠനവും വിവർത്തനവും അവിടെ തുടരുകയും ആവശ്യമുള്ള സഹായം കേരളത്തിലുള്ളവർക്ക് നൽകുകയും ചെയ്തു. ഉന്നത വിദ്യാഭ്യാസം നേടിയ ശേഷം തന്റെ 25-ാം വയസ്സിൽ നാടും വീടും വിട്ട് ഹെർമൻ ഗുണ്ടർട്ട് കേരളത്തിൽ തലശ്ശേരിയിലെത്തി. ഇവിടത്തെ ഭാഷയെയും ജനങ്ങളെയും സ്നേഹിച്ച് നിസ്വാർത്ഥ സേവനം നൽകിയ ഗുണ്ടർട്ട് തന്റെ 45-ാം വയസ്സിൽ രോഗിയായി സ്വദേശമായ ജർമ്മനിയിലേക്ക് മടങ്ങിപ്പോയി. തന്റെ 79-ാം വയസ്സിൽ മരിക്കുന്നതുവരെ ജർമ്മനിയിൽ വസിച്ചുകൊണ്ട് വീണ്ടും ദീർഘമായ 34 വർഷം മലയാള ഭാഷാ ഗവേഷണത്തിനും ബൈബിൾ വിവർത്തന പ്രവർത്തനങ്ങൾക്കും തുടർന്ന് ചെയ്ത സേവനങ്ങളാണ് ഇനി പറയുന്നത്. 1860 അദ്ദേഹം ആരംഭിച്ച പഴയ നിയമ വിവർത്തന പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റു ഭാഗങ്ങളും പിന്നീട് പ്രസിദ്ധീകരിക്കപ്പെട്ടു. 1868 ഗുണ്ടർട്ട് തന്റെ പുതിയ നിയമത്തിന്റെ പരിഷ്കരിച്ച പതിപ്പ് പ്രസിദ്ധീകരിച്ചു. രോഗം മൂലം 1859 ഗുണ്ടർട്ട് ജർമ്മനിയിലേക്ക് മടങ്ങിയെങ്കിലും ഗുണ്ടർട്ട് അടിത്തറയിട്ട വിവർത്തനത്തെ പിന്നീട് കേരളത്തിൽ വന്ന മിഷണറിമാർ പൂർത്തിയാക്കി. ഗുണ്ടർട്ട് തയ്യാറാക്കിയ വിവർത്തനത്തെ അടിസ്ഥാനമാക്കി കൂട്ടായ പരിശ്രമത്തിലൂടെ പരിഷ്കരിച്ച സമ്പൂർണ്ണ ബൈബിൾ 1881 ബാസൽ മിഷൻ പ്രസിദ്ധീകരിച്ചു. ഇതിനെ ബാസൽ മിഷൻ ബൈബിൾ എന്നും വിളിക്കാറുണ്ട്. 1893 ഏപ്രിൽ 25-ന് 79-ാമത്തെ വയസ്സിൽ ഹെർമൻ ഗുണ്ടർട്ട് അന്തരിച്ചു. ജർമ്മനിയിലെ കാൾവ് സെമിത്തേരിയിൽ കുടുംബക്കല്ലറയിൽ ഭൗതിക ശരീരം സംസ്കരിച്ചിരിക്കുന്നു. അദ്ദേഹം മരിച്ചത് ജർമ്മനിയിലാണെങ്കിലും ആ കല്ലറ ഇന്നും ഒരു വലിയ ഭാഷാസ്നേഹിയുടെ ഓർമ്മപ്പെടുത്തലായി അവിടെ നിലകൊള്ളുന്നു. ഹെർമൻ ഗുണ്ടർട്ടും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും അതീവ ശ്രദ്ധയോടെയും സമർപ്പണത്തോടെയും നടത്തിയ ഈ ബൈബിൾ വിവർത്തന പ്രവർത്തനങ്ങളിലും ചില അപാകതകളും പരിമിതികളും ഉണ്ടായിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. എന്നാൽ ഇത് അവരുടെ കഠിനാധ്വാനത്തിന്റെ മൂല്യത്തെ ഒട്ടും കുറയ്ക്കുന്നില്ല. മറിച്ച് പരിമിതമായ സൗകര്യങ്ങൾക്കിടയിൽ ഇരുന്നുകൊണ്ട് ഒരു വിദേശി മലയാള ഭാഷയെ ഇത്രത്തോളം ആഴത്തിൽ പഠിച്ചു എന്നത് വലിയ നേട്ടമാണ്.
എന്തൊക്കെയായിരുന്നു ആ അപാകതകൾ? ഗുണ്ടറ്റ് ബൈബിളിന് ശേഷം നമുക്ക് എങ്ങനെയാണ് ഇന്നത്തെ സത്യവേദ പുസ്തകം ലഭിച്ചത്? ഈ രസകരമായ ചരിത്ര വഴികൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വിശദമായി നോക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി.